പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ സ്റ്റാറ്റസുകളിൽ ഏതെങ്കിലും യുവതികളുടെ ഫോട്ടോ, ഏതെങ്കിലും പുതിയ പെണ്ണിന്റെ ഫോട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റാറ്റസുകളിൽ വെച്ചുകൂടാ. നമുക്ക് സ്ത്രീകളെ കാണാമെങ്കിലും സുബ്ഹാനല്ലാഹ് നമ്മുടെ നമ്പറുകൾ നമ്മുടെ ഭർത്താവിന്റെ ഫോണിൽ ഉണ്ടാകൂലേ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ ഫോണിൽ ഉണ്ടാകൂലേ, നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകൂലേ. അപ്പൊ നാം ഒരു പെണ്ണിന്റെ സ്റ്റാറ്റസ് വെച്ചാൽ, ഒരു കല്യാണത്തിന് പോയി ആ കല്യാണ വീട്ടിൽ ആ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് സുബ്ഹാനല്ലാഹ് അത് സ്റ്റാറ്റസിലൂടെ വെച്ചാൽ നിന്റെ ഭർത്താവ് അത് കാണൂലേ? നിന്റെ ഭർത്താവിനെ അന്യസ്ത്രീയെ കാണിക്കാമോ? നിന്റെ സഹോദരന്മാർക്ക് അത് കാണൂലേ? നിന്റെ മൊബൈലിൽ നമ്പർ സേവ് വെച്ചിട്ടുള്ളവർക്കൊക്കെ, സേവ് ചെയ്ത് വെച്ചിട്ടുള്ളവർക്കൊക്കെ ആ പെണ്ണിന്റെ ചിത്രം കാണൂലേ? നീ ചെയ്തത് തോന്നിവാസമല്ലേ? മറ്റൊരാൾക്കൊരു ഹറാമായ പ്രവർത്തനം, ഒരു ഹറാമ് ചെയ്യാൻ നിന്റെ ഒരു സ്റ്റാറ്റസ് കാരണമായില്ലേ? അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുന്ന ഉമ്മമാരെ, സ്റ്റാറ്റസ് വെക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ നന്നായി ആലോചിക്കണം. സുബ്ഹാനല്ലാഹ് വിവാഹ വാർഷികം എന്ന പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചുള്ള ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുന്ന വിവരമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. എത്രയോ ആളുകൾക്ക് ഈ ഭാര്യയെ കാണാൻ അവൻ അവസരം കൊടുക്കുകയാണ്. ചിന്തയില്ലാതെ പോയി സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവൻ അവൻ ചിന്തയില്ലാത്തവൻ തന്നെ. അവന് സന്തോഷിക്കാനും അവന് ആസ്വദിക്കാനുമുള്ളതാണ് അവന്റെ ഭാര്യ. അത് മറ്റുള്ള കൂട്ടുകാർക്ക് ആസ്വദിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് സന്തോഷിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് കണ്ട് രസിക്കാനുള്ളതല്ല. ഈ ചിന്ത ചെറുപ്പക്കാരെ നമ്മുടെ മനസ്സിലുണ്ടാകണേ. ഇതിന്റെയൊക്കെ ഗൗരവം എവിടെ നിന്നാണ് മനസ്സിലാകുക? ആഖിറത്തിലെത്തുമ്പോൾ ഇതൊക്കെ നമ്മുടെ തിന്മയുടെ ലിസ്റ്റിലുണ്ടാകും. നമ്മൾ സ്റ്റാറ്റസ് വെച്ചത് നമ്മൾ മറന്നിട്ടുണ്ടാകും. പക്ഷെ എത്ര ആളുകൾ ആ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ആ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് അവന്റെ മനസ്സിൽ ഹറാമായ ചിന്തകൾ പലതും തോന്നിയിട്ടുണ്ടോ? അതിനെല്ലാം ഉത്തരവാദി ചിന്തയില്ലാത്ത നീയാണ് കേട്ടോ. അതുകൊണ്ട് ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടികളുടെ സ്റ്റാറ്റസ് വെക്കല്ലേ. ഉമ്മമാരെ, നിങ്ങളും പെൺകുട്ടികളുടെ, യുവതികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോയി നിങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചത് ആ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കാനല്ല. നിങ്ങൾ അയൽവാസി എന്ന നിലക്കോ കുടുംബം എന്ന നിലക്കോ അല്ലെങ്കിൽ നാട്ടുകാരെന്ന നിലക്കോ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ പോയി നല്ല നിലക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് പകരം നിങ്ങളതാ വീഡിയോ എടുത്ത്, നിങ്ങൾ കുറെ ഫോട്ടോ എടുത്ത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്ത്, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഷെയർ ചെയ്തു കൊടുത്ത്, ആങ്ങളമാർക്ക് ഷെയർ ചെയ്തു കൊടുത്ത്, നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകൾ